വെൽക്കം ടു അവർ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒരു കുറച്ച് നാളായി. എങ്കിൽ പോലും ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഞാനിപ്പം നിങ്ങൾക്ക് അറിയാം, വീഡിയോസ് സബ്സ്ക്രൈബേഴ്സിന് അറിയാം, വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് റീസെൻ്റ്ലി ആയിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 1 വീക്കേ ആയിട്ടുള്ളൂ. ഞാൻ ആകെപ്പാടെ വീഡിയോസ് ആയിട്ട് 2 സോങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒന്ന് ഞാൻ പാടുന്നു, ഒന്ന് പിന്നെ എൻ്റെ പപ്പായ ഞാനും കൂടെ പാടുന്നു മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോസ് ചെയ്യാൻ തോന്നിയത് എന്ന് ചോദിച്ചാൽ, ഒരു ഷോർട്സ് റീച്ച് ആയപ്പോൾ എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഞാൻ കണ്ടപ്പോഴത്തേനും അപ്പോഴാണ് എനിക്ക് വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഷോർട്സ് ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. കാരണം ഇൻസ്റ്റഗ്രാം ആയിരുന്നു ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻസ്റ്റഗ്രാമും ഞാൻ അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. റീസെന്റ് ആയിട്ടാണ് ഞാൻ അതും കുറച്ചും കൂടെ റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആ റീൽസ് അത് സെയിം തന്നെയാണ് ഞാൻ ഈ ഷോർട്സിലും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. കൂടുതൽ ഷോർട്സ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി തൊട്ട് വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഒരു വീഡിയോ റീച്ച് ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് വളരെ സന്തോഷമായി, ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി വീഡിയോസ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നി. പക്ഷെ ആ സമയത്ത് എനിക്ക് വെറും 35 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് പെട്ടെന്ന് 300 സംതിങ് ഒക്കെ ആയപ്പോഴത്തേനും ആ വീഡിയോ ഇട്ട പിന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നത് അത്രയിലും. അപ്പൊ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടകം അടുത്ത ദിവസം തന്നെ സബ്സ്ക്രൈബേഴ്സ് അതേപോലെ കുറഞ്ഞു വരുന്ന ഒരു ഇത് വന്നപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടെ വിചാരിച്ചാൽ നമുക്ക് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ഈ വീക്കിനുള്ളിൽ തന്നെ ആക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണ്, ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാം, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഗെറ്റ് റെഡി വിത്ത് മീ ഇപ്പം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ മുടിയെല്ലാം ആകെപ്പാടെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. ആകെപ്പാടെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഞാനൊന്ന് ബോട്ടോക്സ് ചെയ്തായിരുന്നു. ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല. ഇതെന്തോ ഇവിടെ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നില്ലെങ്കിൽ എനിക്ക് എന്തോ ഇറിറ്റേഷനാണ്. അപ്പം ഫുള്ളായിട്ടൊന്നും സ്ട്രെയിറ്റ് ചെയ്യുന്നില്ല, ഇയർ ടു ഇയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണിന്ന്. അപ്പം ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോകുന്നത്. അപ്പം നമുക്കിന്ന് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ആ മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എന്താ, മുടിയെല്ലാം കൂടെ ഫ്രണ്ടിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ കെട്ടി വെച്ച് കൊടുക്കുകയാണ്. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് സിമ്പിളായിട്ട് ആദ്യം തന്നെ ഐലൈനർ എഴുതി കൊടുക്കുന്നു. നമ്മൾ കണ്ണെഴുതി പോയിട്ട് കാര്യം വിട്ടുപോയി ഗൈസ്. ഇതാണ് നമ്മുടെ സ്വന്തം സൺസ്ക്രീൻ. ഞാൻ ബെഞ്ചാരാസിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒത്തിരി ഒന്നും ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബെഞ്ചാരസിൻ്റെ സൺസ്ക്രീനാണ്. കണ്ണെഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കാര്യമൊക്കെ ഓർത്തത്. പക്ഷേ സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യാത്ത തന്നെ ആളായതുകൊണ്ട് എന്തെങ്കിലും എടുക്കണമെന്നോ എത്രത്തോളം യൂസ് ചെയ്യണമെന്നോ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നോ എനിക്ക് കറക്റ്റായിട്ടൊന്നും ഒരു തിട്ടമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പം എനിക്ക് സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇതിന് ചേരുമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ കടയിൽ കണ്ടപ്പോൾ, ഷോപ്പിൽ കണ്ടപ്പോൾ ഇങ്ങനെ മേടിച്ചു എന്നേ ഉള്ളൂ. അപ്പം എല്ലാ സ്കിന്നിനും പറ്റിയ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നല്ലൊരു സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഐലൈനർ ഡാസ്ലറിൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ മേക്കപ്പ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇട്ട് കൊടുത്തിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് കമ്മലാണ് ഇടുന്നത്, സ്റ്റഡ് കമ്മൽ. എനിക്ക് സ്റ്റഡ് കമ്മലാണ് ഇഷ്ടം. ഈ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ, ഈ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഈ സ്റ്റഡ് കമ്മൽ ഇടാൻ എനിക്കിഷ്ടം. ഒരു കുഞ്ഞ് ബ്ലൂ കളർ ഇയറിങ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനിടയിൽ ഏതാണ്ടൊക്കെ താഴെ പോകുന്നുണ്ട് ഗൈസ്. ഈ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു. ഏതാണ്ടൊക്കെ താഴെ പോകുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു, ഐലൈനർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാതെ.
ലിപ്സ്റ്റിക്ക് ഞാൻ റെഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇത് മെല ബ്യൂട്ടിയുടെ മിനി ലിപ്സ്റ്റിക്കാണ്. ഇതിനകത്ത് 12 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതിൽ ഒരു റെഡ് കളർ വരുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വൈറ്റ് ഇട്ടുകൊണ്ട് ഞാൻ ഓർത്തു റെഡ് ഇടാന്ന് ഓർത്തു. അത് ചേരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒക്കെ നിങ്ങൾ പറയണം. ഇതിടെ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇനി മുടിയൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ വീണ്ടും എന്തൊക്കെ പോയി ഗൈസ്. എന്താ പോകുന്നത് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ചീപ്പെടുത്ത് മുടി ചെയ്യാൻ ആരംഭിച്ചു. മുടിയൊക്കെ ചെയ്യും എടുത്തിട്ട് ഞാൻ പുറകോട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി കുഞ്ഞു മുടി ഉണ്ടല്ലോ ഗൈസ്, ഭയങ്കര ശല്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു സാധനം ചീകി സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ വെച്ചു. അങ്ങനെ നമ്മുടെ ഹെയറൊക്കെ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നു. അപ്പോൾ ഒരുക്കമൊക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ കാർഗോ പാൻറ്റും ലൂസ് ടീഷർട്ടുമാണ് ഇതിനിട്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ പോവാണ് ഗൈസ്. ടാറ്റാ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഇതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്യൂട്ടി പാർലറിലെത്തി. സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സ്മൂത്തനിങ് ചെയ്യാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേണ്ട രീതിയിൽ അവർ നന്നായിട്ട് ചെയ്തു തന്നു. പിന്നെ ഇവിടുത്തെ ഓണർ രജനി ചേച്ചിയാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ രജനി ചേച്ചിയുടെ അടുത്താണ് നമ്മൾ ഇന്ന് വന്ന് വ്ളോഗ് ചെയ്തത്. ഗൈസ്, നമ്മളിവിടെ വന്നപ്പോഴത്തേനും ഒരു പാർലറിൽ വന്നപ്പോഴത്തേനും ഒരു നല്ല പാട്ട് കേട്ടു. നല്ല ഗിറ്റാറിൻ്റെ വായനയും നല്ല പാട്ടൊക്കെ കേട്ട് നല്ല വൈബായിരുന്നു. അപ്പോൾ അത് എവിടെ നിന്നാന്ന് ഞങ്ങളിങ്ങനെ തപ്പി കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ പാർലറിലുള്ള രജനി ചേച്ചിയാണ് പറഞ്ഞത്. ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ അവിടെ 2 സിംഗേഴ്സ് ഉണ്ട്, ഒരു ഗിറ്റാറിസ്റ്റും ഒരു സിംഗറും. അപ്പോൾ നമുക്ക് അവരുടെ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് വരാം. കടയിലെല്ലാം കയറി തിരിഞ്ഞ് വന്നപ്പോഴത്തേന് 6:30-7 മണിയൊക്കെ ആയി ഗൈസ്. അപ്പോൾ ഇതാണ് ഏറ്റവും ചെയ്തിട്ടുള്ള എൻ്റെ ലുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ഉമ്മ.